യെസ്, ഓക്കെ. നമ്മൾ ഡിവിസിബിലിറ്റി ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഡിവിസിബിലിറ്റി ബേസ് ചെയ്തുള്ള കൺസെപ്റ്റ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രൈം നമ്പറിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം CGL പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ സീരീസ് പൈലറ്റ് ബാച്ച് സീരീസ് എന്നാണ് സീരീസിൻ്റെ പേര്, ഫോളോ ചെയ്ത് പഠിച്ചോളാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. കഴിഞ്ഞ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്ത ആളുകൾ കണ്ടോളാം. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഡിവിസിബിലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. അതിനെ ബേസ് ചെയ്ത് ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളതാണ് നോക്കുന്നത്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇഫ് ദ 9 ഡിജിറ്റ് നമ്പർ, ഇവിടെ ഒരു 9 ഡിജിറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അതിനകത്ത് 2 ഡിജിറ്റ്സ് മിസ്സിംഗ് ആണ്. ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 72. 72 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് പ്ലസ് വൈ? എക്സ് പ്ലസ് വൈ എത്രയായിരിക്കുന്ന ചോദ്യം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് അവിടെ 72 തന്നതെന്നാ. 72 ആ നമ്പറിൽ ഉണ്ടെങ്കിൽ 72 കൊണ്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ ആരാ 72? 9 × 8 അല്ലേ 72. അതായത് ആ നമ്പറിൽ 9 ഉണ്ടാവണം, അതുപോലെ തന്നെ ആരും ഉണ്ടാവണം, 8 ഉണ്ടാവണം. അപ്പം നമ്മളൊന്ന് നോക്കാം. ഏതാ നമ്പർ? 7, 8, 5, x, 3, 6, 7, 8, y. ഓക്കെ, അപ്പം നമുക്കറിയാം ഒരു നമ്പറിൽ 8 ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് ആരുണ്ടാവണം? 8 ഉണ്ടാവണം. 700 എത്രയിലാണ് നമ്മൾ 8 ഉണ്ടെന്ന് പറഞ്ഞത്? 720 8 ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പക്ഷേ കുറച്ചും കൂടെ കൂടുതലല്ലേ. അപ്പം നമുക്ക് പറയാം 720 കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പ്രധാനപ്പെട്ട ചെക്ക് പോയിന്റ് 760 ആയിരുന്നു അല്ലേ. 760നോട് എത്ര കൂട്ടണം? എടാ 760നോട് നിങ്ങൾ ഒരു 16 കൂട്ടിയാൽ 776 ആവുകയുള്ളൂ. ഒരു 8 കൂടെ കൂട്ടിയാൽ 784 ആവും. ഇനിയും 8 കൂട്ടിയാൽ 792 ആയി പോകും. കണ്ടോ? അപ്പൊ 780 എന്ന് വരുന്ന ഒറ്റ നമ്പറേ ഉള്ളൂ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന. അപ്പൊ ഇതാരാ? 784 ആണ്. ഇപ്പൊ നമ്മളെ നമ്പർ പകുതി ഫില്ലായേ. 36, ഇവിടെ എക്സ്, ഇവിടെ 5, ഇവിടെ 8, ഇവിടെ 7. അടുത്ത പണി എന്താ? ഇവനെ കണ്ടുപിടിക്കുക, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഐഡിയ നമുക്ക് പറഞ്ഞിട്ടുള്ള എന്താ? 9 കൊണ്ട് ഡിവിസിബിൾ ആണെന്നല്ലേ. ഇപ്പൊ ഇത് കൂട്ടുമ്പോൾ എന്ത് ചെയ്യണം? ഒരു 9ന്റെ മൾട്ടിപ്പിൾ നമുക്ക് കിട്ടണം. കൂട്ടുമ്പോൾ 9ന്റെ മൾട്ടിപ്പിൾ കിട്ടണം. നോക്കാം നമുക്ക്. 7, 8, 15, 5, 20. 20, 3, 23. 23, 6, 29. 29, 7, 36. 36 9ന്റെ മൾട്ടിപ്പിൾ അല്ലേ. അപ്പൊ 7 വരെ കൂട്ടിയപ്പോഴേക്കും കംപ്ലീറ്റ് പോയി. പിന്നെ 8, 4, 12 പ്ലസ് എക്സ് ഉള്ളത്. 12 പ്ലസ് എക്സ്. ഇതെപ്പോഴാ 9ന്റെ മൾട്ടിപ്പിൾ ആവുക? ഇനിയിപ്പോൾ 12നോട് 6 കൂട്ടിയാൽ 18 ആവും, 9ന്റെ മൾട്ടിപ്പിൾ ആവും. ഇല്ല പിന്നെ 12നോട് നമ്മൾ 15 കൂട്ടിയാൽ 27 ആവും, 9ന്റെ മൾട്ടിപ്പിൾ ആവും. പക്ഷേ ഇതൊരു 9 ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എക്സിനെ ഒരു ഡിജിറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. എക്സ് 6 ആയിരിക്കും. നമുക്കിത് എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എക്സിന് 6 എന്നുള്ള വാല്യൂ ആണ് കിട്ടുക. അതുപോലെ വൈക്ക് 4 എന്നുള്ള വാല്യൂ കിട്ടുക. രണ്ടും കൂടെ കൂട്ടി എത്രയായിരിക്കും? 10 ആയിരിക്കും ആൻസർ. അപ്പൊ ഇതാണ് ഡിവിസിബിലിറ്റി എന്നുള്ള ക്വസ്റ്റ്യൻ ഏരിയയിൽ നിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ തന്നെ 72ന് പകരം വേറെ നമ്പർ ചോദിക്കാം. ഓക്കെ, ഇവിടെ നോക്കിയേ. ഇഫ് ദ 7 ഡിജിറ്റ് നമ്പർ, ഈ ഒരു നമ്പർ തന്നിട്ടുണ്ട്, ഈസ് ഡിവിസിബിൾ ബൈ 88. 88 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ആരാ 88? 88 എന്ന് പറഞ്ഞാൽ 11 × 8 എന്നാ. അപ്പൊ 8 ഉണ്ടാവണം, 11 ഉണ്ടാവണം. രണ്ടിന്റെ ഡിവിസിബിലിറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നോക്കാം. 8A5146B. അപ്പൊ നമ്മൾ 8 ഉണ്ടോ നോക്കാം. 46B 8 ഉണ്ടോ എങ്ങനെയാ നോക്കുക? 400-ൽ 8 ഉണ്ട് നമുക്കറിയാം അല്ലെ. അതുപോലെ തന്നെ 40 കൂട്ടിയ 440-ലും 8 ഉണ്ട് എന്നറിയാം. 440-ലും ഉണ്ട്. നമ്മൾ 460-ലേക്കാണ് പോകേണ്ടത്. 440നോട് നിങ്ങൾ ഒരു 8ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 24 കൂട്ടിയാൽ 464 ആവും. ഓക്കെ, നമുക്കറിയാം 440 ഉള്ളത്. 440നോട് 448 പോവും, 456 പോവും, പിന്നെ 464, പിന്നെ 472 ഉള്ളത്. അപ്പൊ 460 എന്ന് പറയുന്ന ഒറ്റ ആളേ ഉള്ളൂ. അതാരാ? 4 ആണ്. അപ്പൊ ബി നമുക്ക് 4 കിട്ടിയേ പറ്റുള്ളൂ. ബി 4 ആയിട്ടോ. ബി നമുക്ക് 4 കിട്ടി. 8 ഉണ്ടോന്ന് ചെക്ക് ചെയ്തു. അപ്പൊ നമുക്ക് ബി 4 കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത്? 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. 11ന്റെ മൾട്ടിപ്പിളിന്റെ പ്രത്യേകത എന്താ? ആൾട്ടർനേറ്റ് നമ്പേഴ്സിന്റെ ഡിഫറൻസ് ഒന്നെങ്കിൽ 0യോ അല്ലെങ്കിൽ 11 ഒക്കെ ആയിരിക്കും. നോക്കാം. 8, 5, 13. 13, 4, 17. 17, 4, 21. അതാണ് ഒരു സെറ്റ് ഓഫ് ആൾട്ടർനേറ്റ് നമ്പേഴ്സ്. അടുത്ത കൂട്ടിയാലോ? 1, 6, 7. ഓക്കെ, അടുത്തത് A+7 എന്നാണ് ഉള്ളത്. A+7. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ 0 കിട്ടണം,
അല്ലെങ്കിൽ 11 കിട്ടണം. ഓക്കെ, നമുക്ക് ഓരോന്നോരോന്നായിട്ട് പറയാം. ഒന്നെങ്കിൽ 0 കിട്ടണം. 0 കിട്ടുമോ നോക്കാം. 21 മൈനസ് എ മൈനസ് 7. 21 7 പോയ എത്രയാ? 14. 14 മൈനസ് എ 0 ആയിരിക്കണം. എടാ അപ്പോൾ എ എത്ര വരണം? 14 വരണം. പറ്റുമോ? ഇല്ല. കാരണം ഇവിടെ എ എന്ന് പറയുന്ന ഒറ്റ സിംഗിൾ ഡിജിറ്റാ. 14 ആയാൽ പറ്റൂല. അപ്പോൾ ഈക്വൽ ടു 0 കൊടുത്തിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഈക്വൽ ടു 11 കൊടുത്തു നോക്കുക. അപ്പോൾ 21 7 പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 14 കിട്ടും. 14 മൈനസ് എ ഈക്വൽ ടു 11 കിട്ടും. അപ്പോൾ എ എത്ര കിട്ടും? 14 മൈനസ് 11 3 കിട്ടും. അത് പോസിബിളാണ്. ഓക്കെ, ഇനി 22 കൊടുത്ത് നോക്കുക കിട്ടുന്നുണ്ടോ എന്ന്. ഇപ്പോൾ നമുക്ക് A3 കിട്ടിയേ. A3 എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് കിട്ടി. ഇവിടെ വേറെ പോസിബിലിറ്റി ഒന്നും ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ അവർ എടുത്ത് ചോദിക്കും എൻ്റെ വേറെ ഏതെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളത്. ഇവിടെ എക്ക് വേറെ പോസിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കാം. ഞാനിവിടെ 22 കൊടുത്തു നോക്കി. 22 ഓൾറെഡി 22. 22 കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ കിട്ടുക? 14 മൈനസ് എ ഈക്വൽ ടു 22. ഇവിടെ നിന്ന് എൻ്റെ വാല്യൂ നിങ്ങൾക്ക് നെഗറ്റീവാണ് കിട്ടുക. അപ്പോൾ ഒരു ഡിജിറ്റ് ഒരിക്കലും നമുക്ക് നെഗറ്റീവ് എടുക്കാൻ പറ്റൂല. അതുകൊണ്ട് 22 പറ്റൂല. പറ്റുന്ന ഒറ്റ വാല്യൂ ഉണ്ടായിരുന്നുള്ളൂ. എക്ക് എത്രയാ? 3. എക്ക് 3 ആണ് പറ്റുക. അതുപോലെ ബിക്ക് 4 ആണ് പറ്റുക. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ഇൻറ്റു ബി ആണ്, അല്ലെങ്കിൽ 4 ഇൻറ്റു 3 ആണ്. 4 ഇൻറ്റു 3 എത്രയാണ് നമുക്ക് കിട്ടുക? 12. സി ആണ് അവിടുത്തെ ആൻസർ. ഇതാണ് ഡിവിസിബിലിറ്റിയിലെ പ്രധാനപ്പെട്ട ഒരു ടൈപ്പ്. നിങ്ങൾ ഓർക്കേണ്ട നമ്പേഴ്സ് ഒന്ന് 72 ആണ്. 72 എന്ന് പറഞ്ഞാൽ 8 ഇൻറ്റു 9 ആണ്. പിന്നെ 88 ആണ്. 88 എന്ന് പറഞ്ഞാൽ 8 ഇൻറ്റു 11 ആണ്. പിന്നെ 99 ഓർത്തോളുക, 9 ഇൻറ്റു 11 ആണ്. 8 മിക്കവാറും ഉണ്ടാവും. കാരണം 8 ഇങ്ങനെ ഒരു ട്രിക്കി പാർട്ട് ഉണ്ട്. ലാസ്റ്റ് 4 ഡിജിറ്റ് എന്ന് പറയുന്ന ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ 8 അവർക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. അത് സ്ഥിരമായി ചോദിക്കാറുണ്ട്. പഠിച്ചു വെച്ചോണം. പഠിച്ചു വെച്ചോണം എന്നല്ല, പ്രാക്ടീസ് ചെയ്ത് വെച്ചോണം. നിങ്ങളിത് കണ്ടതിന് ശേഷമേ 2 ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണം. നമുക്ക് ഈ പിനാക്കിൾ പോലെയുള്ള അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് പോലെയുള്ള സൈറ്റുകളിലോ പിനാക്കിളിൻ്റെ ബുക്കുകളിലോ അല്ലെങ്കിൽ കിരൺസിലോ അങ്ങനെയുള്ള ഒരുപാട് ബുക്കുകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ സൈറ്റുകളൊക്കെ ഉണ്ട്. ഈ സൈറ്റുകളിലൊക്കെ ഡിവിസിബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് അവൈലബിളാണ്. നിങ്ങളെടുത്ത് ചെയ്ത് നോക്കണം ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. ഇല്ലെങ്കിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് നോക്കിയാലും മതി. ഈഫ് ദ 7 ഡിജിറ്റ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ ഇത്രയും മാത്രം ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസും കിട്ടും. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? റൈറ്റ്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് എ 6 ഡിജിറ്റ് നമ്പർ 479XYZ is exactly divisible by 7, 11 and 13. ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആട്ടോ. Then what is the value of x plus y plus z? ഇവിടെ 3 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. 3 നമ്പേഴ്സ് തന്നിട്ടാണ് പറയുന്നത്. അപ്പോൾ എനിക്കൊരു സ്റ്റോറിയിലേക്ക് പോവാം. ശ്രദ്ധിച്ചോ, 7 ഇൻറ്റു 11 ഇൻറ്റു 13 എന്ന് പറഞ്ഞാൽ ആരാ? അതായത് ഒരു നമ്പറിൽ 7 ഉണ്ടാവണം, 11 ഉണ്ടാവണം. ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ 8 ഉണ്ട് 9 ഉണ്ട്. അപ്പോൾ 8 ഇൻറ്റു 9 72 ഉണ്ട്. 8 ഉണ്ട് 11 ഉണ്ട്. 8 ഇൻറ്റു 11 88 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 7ഉം 11ഉം 13 ഉണ്ടെങ്കിൽ 7 ഇൻറ്റു 11 ഇൻറ്റു 13 ഉണ്ട് എന്നാണ് അർത്ഥം. ഇത് എത്രയാ? 1001 ആണ്. അതായത് ഈ നമ്പറിൽ 1001 ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു 6 ഡിജിറ്റ് നമ്പറിൽ 1001 ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ നമ്പർ സ്പെഷ്യലാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 1001 എന്ന് പറയുന്ന നമ്പറിനെ നിങ്ങളൊരു 3 ഡിജിറ്റ് നമ്പർ കൊണ്ടൊന്ന് ഗുണിച്ചു നോക്കുക. ഇപ്പം 479 ഇൻറ്റു 1001 വെറുതെ ഒന്ന് ഗുണിച്ചു നോക്കുക. 199 177 144 പിന്നെ 0 0 0 ഒന്നുകൂടെ 0 0 0 ഒന്നുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ 199 177 144. ഓക്കെ, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 9 7 4 9 7 4. ആ നമ്പറിൻ്റെ പ്രത്യേകം ശ്രദ്ധിച്ചോ. നമുക്കിവിടെ കിട്ടുന്ന ആൻസർ 479 479 എന്നായിരിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്യാണ്ട് തന്നെ ഉത്തരം പറയാൻ പറ്റും. 1001നെ ഏത് 3 ഡിജിറ്റ് നമ്പർ കൊണ്ട് ഗുണിച്ചാലും അത് ഇവിടെ ഇങ്ങനെ ഫോട്ടോ കോപ്പി ആക്കി വെക്കും. ഓക്കെ, അതുപോലെ തന്നെയാണ് 101നെ നിങ്ങൾ ഏത് 2 ഡിജിറ്റ് നമ്പർ കൊണ്ട് ഗുണിച്ചാലും അവിടെയും ഒരു ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. 23. അപ്പോൾ ഇങ്ങനത്തെ നമ്പർ കണ്ടാൽ ഇതിൻ്റെ അകത്ത് 101 ഉണ്ട് എന്നാണ് അർത്ഥം. ഇങ്ങനത്തെ നമ്പർ കണ്ടാൽ അതിൻ്റെ അകത്ത് 1001 ഉണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 479XYZ ഇതിൻ്റെ അകത്ത് 1001 ഉണ്ട് എന്ന് പറഞ്ഞ ഈ നമ്പർ ആരായിരിക്കണം? 479 ആയിരിക്കണം. അപ്പോൾ എക്സ് എത്രയാ? 4, y എത്രയാ? 7, z എത്രയാ? 9. കണ്ടുപിടിക്കേണ്ടത് x പ്ലസ് y പ്ലസ് z ആണ്. 4 7 11 9 20 എന്ന് കിട്ടും. 20. ഇത്രയേ ഉള്ളൂ.
ഓക്കെ, പക്ഷേ നിങ്ങൾ ഇതൊന്നും അറിയാതെ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ആ നമ്പേഴ്സിൻ്റെ പ്രത്യേകതകളെ പറ്റി ഒന്നും മനസ്സിലാക്കിയതാണ് എക്സാമിന് പോകുന്നതുണ്ടെങ്കിൽ വളരെ ഈസിയായി കിട്ടേണ്ട ഉത്തരങ്ങൾ നമുക്ക് മിസ്സാവും. ഇതൊക്കെ വരുമ്പോഴാണ് ആൾക്കാർ പറയുന്നത് ഓക്കെ എക്സാം പൊതുവിൽ ടഫാണ്. എക്സാം പൊതുവിൽ ടഫല്ല, നമുക്ക് ആ ഒരു ടച്ച് ഇല്ല, ഈ ചില ഏരിയാസ് നമുക്ക് അത്ര സ്ട്രോങ് അല്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പം നമ്പേഴ്സ് വഴിയുള്ള ബേസിക് ആയിട്ടുള്ള പ്രത്യേകതകളും ഇങ്ങനത്തെ ചില സ്പെഷ്യാലിറ്റികളും ഒക്കെ നിങ്ങൾ നല്ലപോലെ പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ 111 എന്ന് പറഞ്ഞൊരു നമ്പർ, അതിൻ്റെ അകത്ത് 3 ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. 3×37 അങ്ങനെയാണെങ്കിൽ 6×37 നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവിടെ എത്ര കിട്ടുക അറിയാമോ? 222 കിട്ടുക. ഇനി 9×37 നിങ്ങൾ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 333 കിട്ടുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 12×37 എത്രയായിരിക്കും കിട്ടുക എന്നുള്ളത്. അപ്പോൾ അതൊരു പാറ്റേണാണ്, നോർമലി വന്നു പോയ ഒരു പാറ്റേണാണ്. അപ്പോൾ അത്തരം പാറ്റേണുകളൊക്കെ ചില സമയത്ത് എക്സാമിന് ചോദിക്കും, നിങ്ങളപ്പോൾ വൃത്തിയായി പഠിച്ചു വെച്ചിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ 1001 കൊണ്ട് ABC എന്ന് പറഞ്ഞൊരു നമ്പറിനെ ഗുണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ABC എന്നാണ് ഉത്തരം കിട്ടുക. അപ്പോൾ ഇവിടെയും അങ്ങനെ കിട്ടാവുള്ളൂ, 479 കിട്ടാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് 4 ആയിരിക്കണം, ഇത് 7 ആയിരിക്കണം, ഇത് 9 ആയിരിക്കണം. റൈറ്റ്, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ഓക്കെ, ഞാൻ എടുക്കാൻ വിട്ടുപോയതാ, ഞാൻ ക്വസ്റ്റ്യൻ തരാം, ഇത് ശ്രദ്ധിച്ചോ. If a 6-digit number 5x4 y2z is divisible by 7, 11 and 13, then find x into y into z. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന നമ്പർ ആരാ? 5x4y2z. ഇതിൻ്റെ അകത്ത് ആരുണ്ട്? 7 ഉണ്ട്, 11 ഉണ്ട്, 13 ഉണ്ട്. 7ഉം 11ഉം 13ഉം ഉണ്ടെങ്കിൽ 1001 ഉണ്ട് എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ ഇതും ഈ രണ്ട് പാർട്ടും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതായത് ഇവിടത്തെ 3 നമ്പറും ഇവിടുത്തെ 3 നമ്പറും ഈക്വൽ ആയിരിക്കും. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത്, ഇവിടെ എക്സ് രണ്ടാമത്തെ നമ്പർ അല്ലേ, ഇവിടുത്തെ രണ്ടാമത്തെ നമ്പർ ആരാ? 2 ആ. അപ്പോൾ എക്സ് ഈക്വൽ ടു ആരായിരിക്കും? 2 ആയിരിക്കും. ഇവിടുത്തെ വൈൻ്റെ സ്ഥാനത്ത് ഇവിടുത്തെ ഫസ്റ്റ് നമ്പർ വരണം, വൈ ഈക്വൽ ടു ആരായിരിക്കും? 5 ആയിരിക്കും. സെഡിന്റെ സ്ഥാനത്ത് നമ്മളെ ഇവിടുത്തെ തേർഡ് നമ്പർ വരണം, സെഡ് ഈക്വൽ ടു 4 ആയിരിക്കും. മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് 20 എന്നാണ് കിട്ടുക. നമ്മുടെ ആൻസർ 20 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രത്യേകതയൊക്കെ മനസ്സിലാക്കി വെക്കുക. അത് നമ്മൾ ഡിവിസിബിലിറ്റി എന്ന് പറഞ്ഞ ക്ലാസ്സിൽ പറയാത്തൊരു ഐഡിയ ആണ്. ഈ ഒരു ഐഡിയ പ്രോപ്പറായി നിങ്ങൾ ഓർത്ത് വെച്ചോളുക. ആൻഡ് ഫൈനലി ഇതാണ് നമ്മളെ ഉപയോഗം. നമ്മൾ ഭാവിയിൽ കുറേ ടോപ്പിക്കുകൾ പഠിക്കും. ഈ ടോപ്പിക്കുകളിലൊക്കെ ഒരുപാട് കാൽക്കുലേഷൻസ് ഉണ്ടാവും. ഈ കാൽക്കുലേഷൻസ് പെട്ടെന്ന് ചെയ്യാൻ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ഡിവിസിബിലിറ്റി. നമ്മൾ ഓൾറെഡി ഡിജിറ്റൽ സമ്മിൻ്റെ പ്രത്യേകതയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂണിറ്റ് ഡിജിറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരാളാണ് ഡിവിസിബിലിറ്റി. ശ്രദ്ധിച്ചോളൂ. ഫൈൻഡ് ദ വോളിയം ഓഫ് എ റൈറ്റ് സർക്കുലർ സിലിണ്ടർ. ഒരു സിലിണ്ടറിന്റെ വോളിയം കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, നമ്മൾ ഭാവിയിൽ പഠിക്കുകയുള്ളൂ. അത് πr² ഇൻറ്റു h ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഈ പൈ എന്ന് പറയുന്ന വാല്യൂ, അതിൻ്റെ വാല്യൂ ഒക്കെ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം. കുറച്ച് പേർക്കൊക്കെ അറിയാവുന്നതാണ്. 22/7 ഇൻറ്റു r² ഇൻറ്റു h എന്നാണ് വരിക. r എന്ന് പറഞ്ഞാൽ റേഡിയസ്. ഇവിടുത്തെ റേഡിയസ് എത്രയാ? 35. റേഡിയസ് 35. 35 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 35 ഇൻറ്റു 35 എന്നാണ് അർത്ഥം. ഇൻറ്റു ഹൈറ്റ് എത്രയാ? 39. ഹൈറ്റ് 39. ഇതിൻ്റെ ഉത്തരമാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ 7 ഇവിടുത്തെ 7 കട്ടായിപ്പോൾ ഇവിടെ 5 ഉണ്ടോ? ഒന്ന് നോക്ക്, ഇതിൻ്റെ അകത്ത് ആരൊക്കെ ഉണ്ട്? 35 7 ഉണ്ട് അല്ലേ, 39 13 ഉണ്ട്, 22 11 ഉണ്ട്. അപ്പോൾ 11ഉം 7ഉം 13 ഉണ്ടെങ്കിൽ അത് ആരായിരിക്കും? ആ നമ്പറിൽ 1001 ഉണ്ടാവണ്ടേ? 1001 ഉണ്ടെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യുന്ന ഫോട്ടോ കോപ്പി ആയിരിക്കും. അങ്ങനെ ഒരു ഫോട്ടോ കോപ്പി എവിടെയുള്ളൂ? ഒരു ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് ഇവിടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. സി, ഇതായിരിക്കും നിങ്ങളെ ആൻസർ. ഓർക്കുക. ഓക്കെ, റൈറ്റ്. ഇനി അതുപോലെ തന്നെ ഫൈനലി ഒരു കാര്യം കൂടെ ഓർത്ത് വെച്ചോളാം. ഇതാ നോക്കിയോ, ABCDEF ഇങ്ങനെ ഒരു നമ്പർ വരും, ഒരു 6 ഡിജിറ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു 5 ഡിജിറ്റ് ആക്കാം,
ഈ ലെഫ്റ്റ് സൈഡിലുള്ള ആൾ ഒഴിവാക്കിയിട്ട്. അങ്ങനെയൊക്കെ വന്നാലും നിങ്ങൾ ചെയ്യേണ്ടത് അവസാനത്തെ 3 ആള് ബാക്കിയുള്ള ആൾക്കാർ എന്നുള്ള രീതിയിലേക്ക് സ്പ്ലിറ്റ് ചെയ്യുക. 6 വന്നാലും കുഴപ്പമില്ല, 5 വന്നാലും കുഴപ്പമില്ല, 4 ഡിജിറ്റ് വന്നാലും കുഴപ്പമില്ല. ഇങ്ങനെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കുക. DEF മൈനസ് BC കുറയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് 7 കിട്ടും, 14 കിട്ടും, 21 കിട്ടും. അല്ലെങ്കിൽ ഏതെങ്കിലും 7ന്റെ മൾട്ടിപ്പിൾ കിട്ടുകയാണെങ്കിൽ ഈ നമ്പർ മൾട്ടിപ്പിൾ ഓഫ് 7 ആയിരിക്കും എന്ന് ഓർത്തോളാം. ഇനി നിങ്ങൾക്ക് അങ്ങനെ കുറച്ചപ്പോൾ കിട്ടിയത് 11 അല്ലെങ്കിൽ 14 അല്ലെങ്കിൽ 21 അങ്ങനെ ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് പറയാം 21 അല്ല, 11, 22, 33 അങ്ങനെ 11ന്റെ ഏതെങ്കിലും മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് പറയാം ഈ നമ്പർ മൾട്ടിപ്പിൾ ഓഫ് 11 ആണ്. ഇനി നിങ്ങൾക്ക് 13, 26, 39 ഒക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇത് മൾട്ടിപ്പിൾ ഓഫ് 13 ആണ്. ഇനി നിങ്ങൾക്ക് 77 അല്ലെങ്കിൽ 154 അതായത് 77ന്റെ മൾട്ടിപ്പിൾ ഏതെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം ഇതിൻ്റെ അകത്ത് ആരൊക്കെ ഉണ്ട്? 11 ആൻഡ് 7 ഉണ്ട്. ഇനി നിങ്ങൾക്ക് 91 അല്ലെങ്കിൽ 182 ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം 91 ആരാ? 91 13 × 7 വളരെ പ്രധാനപ്പെട്ട ഒരു നമ്പറാണ് കേട്ടോ. 91 എന്ന് പറഞ്ഞാൽ 13 × 7 ആണ്. അപ്പോൾ നമുക്ക് പറയാം അതിനകത്ത് ആരുണ്ട്? 13 ഉണ്ട്, 7 ഉണ്ട്. ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ ഈ കേസിൽ 0 കിട്ടും. 0 കിട്ടുകയാണെങ്കിൽ അർത്ഥം എന്താ? ഇതിൻ്റെ അകത്ത് 13 ഉണ്ട്, 7 ഉണ്ട്, 11 ഉണ്ട്, 3 ആൾക്കാരും ഉണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. ഇതൊരു 6 അക്ക സംഖ്യയല്ലേ? ഇതിൻ്റെ അകത്ത് ആരൊക്കെ ഉണ്ടെന്ന് അറിയണം. നിങ്ങൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക. അവസാനത്തെ 3ഉം ബാക്കിയുള്ളതുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. വലുത് 191 അല്ലേ? അതിൽ നിന്ന് 100 കുറച്ച് എത്ര കിട്ടും? നിങ്ങൾക്ക് 91 കിട്ടും. 91 ആരൊക്കെ ഉണ്ട്? 13 ഉണ്ട്, 7 ഉണ്ട്. ഇതെങ്ങനെ മനസ്സിലായി? പഠിച്ചു വെക്കണം. അപ്പോൾ നമുക്ക് പറയാം ഈ നമ്പറിനെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അതുപോലെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റും കൂടെ നിങ്ങളിവിടെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടാവണം. ഇപ്പോൾ ഇങ്ങനെ കണ്ടു, ഒരു വലിയ നമ്പറാണ്. നിങ്ങൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യുക. 816 നിന്നും 809 കുറച്ചാൽ നിങ്ങൾക്ക് 7 എന്നാണ് കിട്ടുക. അതിൻ്റെ അർത്ഥം ഇതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന. നിങ്ങൾ അല്ലാതെ ഒരുപാട് അതിൽ എന്ത് ചെയ്യേണ്ടി വരില്ല, ബുദ്ധിമുട്ടേണ്ടി വരില്ല. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ഒരു എക്സ്ട്രാ കണ്ടന്റ് ആയിട്ട്, ഒരു ബോണസ് ഐഡിയ ആയിട്ട് മനസ്സിലാക്കി പഠിക്കുക. ചില സമയങ്ങളിൽ നമുക്ക് ഭയങ്കരമായി ഉപകാരപ്പെടും. ഇത് മനസ്സിലാക്കി വെച്ചാൽ മാത്രം പോരാ, നിങ്ങൾക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല. സ്ഥിരമായി ഇത് റിവൈസ് ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസിലൊക്കെ അപ്ലൈ ചെയ്യുകയും ചെയ്യണം. എൻ്റെ കയ്യിൽ കുറേ ഐഡിയാസ് ഉണ്ട്. ഞാൻ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എൻ്റെ ഐഡിയാസൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചെക്ക് ചെയ്യാറുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തിക്കൊള്ളുക. തീർച്ചയായിട്ടും ഇത്തരം ക്വസ്റ്റ്യൻസിലൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അതൊന്നുകൂടെ ഒന്ന് പറയാണ്. നിങ്ങൾ ഈ വരുന്ന 2026 അല്ല 2027 SSC CGL വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഓഫ്ലൈൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ഓഫ്ലൈൻ കോഴ്സാണ്. CGL മാത്രമാണ്. ഇപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും എക്സാമുകളാണ് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്ര സീരിയസ് അല്ല, എനിക്കൊരു കുറച്ച് നാളത്ത് കഴിഞ്ഞ് മതി, ഒന്ന് നോക്കാനാണെന്നൊക്കെ ആണെങ്കിൽ ഒരു കാരണവശാലും ഈ ഒരു ഐഡിയ ചിന്തിക്കാണ്ടിരിക്കുക. വളരെ സീരിയസ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ബാച്ച് നമ്മൾ ജൂൺ മാസത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജൂൺ മാസത്തിലേ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നേരത്തെ ബുക്ക് ചെയ്യേണ്ട ആൾക്കാർ ഒന്ന് കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ, അപ്പോൾ ഓവറോൾ എനിക്ക് ഈ ഒരു 2ാമത്തെ സെഷനിൽ ഇത് മാത്രമേ പറയാനുള്ളൂ. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തോളാം. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ നമ്മളെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു. നമുക്ക് തൽക്കാലത്തേക്ക് വൈൻഡ് അപ്പ് ചെയ്യാം.